ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു എക്സ്പ്രഷനാണ് ഒരു വ്യക്തിയെ വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഒരു വാർത്ത അറിയിക്കുക. അതെപ്പോഴും പ്ലസൻ്റ് ആവണമെന്നില്ല, അൺപ്ലസൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് ബ്രേക്ക് ദ ന്യൂസ്. ബ്രേക്ക് ദ ന്യൂസ്. ബ്രേക്ക് ദ ന്യൂസ്. ഓക്കെ, സ്ക്രീനിൽ എഴുതി കാണിക്കാം, നോക്കിയാൽ മതി. ബ്രേക്ക് ദ ന്യൂസ്. ബ്രേക്ക് ദ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഒരു വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഒരു വാർത്ത അറിയിക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വോറൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ വോർ നടക്കുന്നതിന് പ്രത്യേകിച്ച് കെയർ ചെയ്യാത്ത, അതായത് അവർ അധികം ന്യൂസൊന്നും വായിക്കാത്ത ഒരാളോട് നമ്മൾ പറയാണ്, ഓക്കെ, ഐ വാണ്ട് ടു ബ്രേക്ക് ദ ന്യൂസ് ദാറ്റ് യു എസ് ഈസ് അഗെയിൻസ്റ്റ് യു എസ് ഈസ് ഇൻ വോർ അഗെയിൻസ്റ്റ് ഇറാൻ. യു എസ് ഈസ് ഇൻ വോർ അഗെയിൻസ്റ്റ് ഇറാൻ. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ. പിന്നെ അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വാണ്ട് ടു ബ്രേക്ക് ദ ന്യൂസ് ടു മൈ ഫാദർ ദാറ്റ് വി ആർ ഗോണ മൂവ് ഇൻ. വി ആർ ഗോണ മൂവ് ഇൻ മീൻസ് വി ആർ ഗോയിങ് ടു യുനോ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറി താമസിക്കുക. അതിനാണ് മൂവ് ഇൻ എന്ന് പറയുന്നത്. ഇതിന് പലതരം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഏതാ ഫിറ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് ദ ന്യൂസ് ആണ് ഇന്നത്തെ നമ്മുടെ അമേരിക്കൻ ഓർ ഇംഗ്ലീഷ് എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.